നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാങ്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ അതേപോലെ തന്നെ ലോഗിൻ ചെയ്യാം, അതായത് ഓതൻറ്റിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതായത് നമുക്കിതിലൊരു ലോഗിൻ ഫംഗ്ഷൻ എങ്ങനെ നമുക്കിതിലേക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്ക് പുതിയൊരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്യാം. ആ ഫോൾഡറിൻ്റെ പേര് നമുക്ക് രജിസ്ട്രേഷൻ എന്ന് ചേർത്ത് കൊടുക്കാം. ഇതേ പേര് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ എന്ന പേര് ചേർത്ത് കൊടുക്കുക. ഇതേ പേര് തന്നെ കൊടുക്കൽ നിർബന്ധമാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ആ ഫയലിൻ്റെ പേര് നമുക്ക് login.html. ഈ പേര് കൊടുക്കൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ലോഗിൻ എന്നുള്ളൊരു പേജ് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ H1 എന്നിട്ടതിന് ശേഷം ജസ്റ്റ് ടെസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതെങ്ങനെ വർക്ക് ചെയ്യണു എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് H1 എന്നുള്ളതിൽ ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് സെറ്റിങ്സ് എന്നുള്ള ഫോൾഡറിലേക്ക് പോവുക. അതായത് നമ്മളെ മെയിൻ പ്രോജക്റ്റിൻ്റെ ഉള്ളിൽ സെറ്റിങ്സ് എന്നുള്ള ഫോൾഡർ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്കിവിടെ വന്ന് ലോഗിൻ ചെയ്യുമ്പോൾ ഏത് പേജിലേക്കാണോ നമുക്ക് റീഡയറക്റ്റ് ചെയ്യേണ്ടത് അതിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വലിയ അക്ഷരത്തിൽ ലോഗിൻ, അതിനുശേഷം റീഡയറക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. ലോഗിൻ എന്നിട്ടതിന് ശേഷം റീഡയറക്റ്റ് എന്ന് എഴുതുക. എന്നിട്ട് ഏത് URL എന്നിട്ടതിന് ശേഷം ഈക്വൽ ടു, എന്നിട്ട് ഏത് പേജിലേക്കാണോ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നേരിട്ട് പോകേണ്ടത് ആ പേജിൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നേരെ പോകേണ്ട പേജ് എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ വന്ന് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് നേരെ പോകേണ്ട പേജ് എന്ന് പറയുന്നത് വ്യൂവിൽ ഇൻഡെക്സ് എന്നുള്ള പേജിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഇൻഡെക്സ് എന്നുള്ള പേജിന് നമ്മളിവിടെ പേര് കൊടുത്തിട്ടുള്ളത് എന്താണ്, ഹോം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്ന് സെറ്റിങ്സ് എന്ന ഭാഗം എടുക്കുക. സെറ്റിങ്സിൽ നമുക്ക് ഹോം എന്നുള്ള പേജിലേക്കാണ് നമുക്കിത് പോകേണ്ടത്. അപ്പോൾ ആ പേജിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹോം പേജിൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് മെയിൻ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ വരുന്ന URL പോവുക. URLൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ലൈൻസ് കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ URL ഇടുക, എന്നിട്ട് URL എടുക്കുക, അതിനുശേഷം ഒരു കോമ ഇടുക, അതിനുശേഷം നമുക്കിവിടെ വന്ന് പാത്ത് എന്ന് എഴുതി, എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ട്സ് എന്നെഴുതി, അതിനുശേഷം ഒരു സ്ലാഷ് ഇടുക, അതിനുശേഷം ഒരു കോമ ഇടുക, എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇൻക്ലൂഡ്, അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എഴുതുക ജാങ്കോ, അതിനുശേഷം ഇവിടെ വന്ന് കോൺട്രിബ്യൂട്ട് എന്നുള്ളതിൻ്റെ കോൺട്രിബ്, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഓത്, അതിനുശേഷം നമുക്കിവിടെ വന്ന് URLs എന്ന് ചേർത്ത് കൊടുക്കുക. ഈ ലൈൻസ് ഇതേപോലെ തന്നെ കൊടുക്കൽ നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ പ്രോജക്റ്റിൻ്റെ URLൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് റണ്ണി ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, റൺ ചെയ്യിപ്പിച്ചു. ഓക്കെ, നമുക്ക് മെയിൻ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം. അപ്പോൾ ഇവിടെ വന്ന് കൺട്രോളുമേയും ആ ഫോളോഡ് ലിങ്കിലും ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നൊരു സ്ലാഷ് ഇടുക, അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് അക്കൗണ്ട്സ് എന്ന് എഴുതിയതിന് ശേഷം ഒരു സ്ലാഷ് ഇടുക, എന്നിട്ട് ലോഗിൻ എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് നേരെ ആ ലോഗിൻ എന്നുള്ള പേജിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ലോഗിൻ എന്നുള്ള പേജിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു H1ൻ്റെ ഉള്ളിൽ ടെസ്റ്റ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പേജ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് എന്നുള്ളത് ഒഴിവാക്കിയതിന് ശേഷം രണ്ട് ഡബിൾ കൊട്ടേഷൻ ഇട്ടതിന് ശേഷം നമ്മൾ ആ ഫോം കൊടുത്താൽ നമുക്ക് യൂസറിനും എഴുതേണ്ടതും അതേപോലെ തന്നെ പാസ്വേഡും കൊടുക്കേണ്ട ആ ഫോം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കോഡായിട്ട് എന്ത് ചെയ്യാം, നമ്മളിവിടെ വന്ന് ഈ എഡിറ്റിൽ അല്ലെങ്കിൽ പോസ്റ്റിലൊക്കെ കൊടുത്ത ഈ കോഡ് ഇതേപോലെ തന്നെ ഞാൻ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലോഗിൻ്റെ ഉള്ളിലേക്കായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഈ എഡിറ്റ് എന്നുള്ളതിന് പകരം ഞാനിവിടെ വന്ന് ലോഗിൻ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ലോഗ് ഇൻ എന്ന് ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊടുത്ത ഒരു ഫോം നമുക്കിവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് യൂസർ നെയിം കൊടുക്കാം, അതേപോലെ ഇവിടെ പാസ്വേഡ് കൊടുക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യണം, നമുക്ക് നേരെ ലോഗിൻ ആയി വരും. ഇതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ എന്ത് ചെയ്യും, നമുക്ക് ഈ പേജ് ലോഗിൻ ചെയ്ത് വരികയായിരിക്കും. ഇനി ലോഗിൻ ചെയ്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, ഇപ്പോൾ അത് എക്സാമ്പിൾ നമുക്കിവിടെ വന്ന് അഡ്മിൻ പേജിലേക്കൊന്ന് പോകാം. അപ്പോൾ അഡ്മിൻ പേജിൽ പോയി, ഇവിടെ ഓൾറെഡി ലോഗ് ഔട്ടാണ്. ഇനി നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണ്, ലോഗിനിലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ലോഗ് ഔട്ട് ചെയ്യാം.
അതിനുശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യാണ്, മെയിൻ പേജിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പേജ് ഓപ്പൺ ആയി വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ലോഗിൻ ചെയ്യാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഹോം പേജിലേക്ക് നമുക്ക് കിടക്കരുത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഇത് കൊടുക്കുകയാണെങ്കിൽ ലോഗ് ഔട്ട് ആണെങ്കിലും നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പേജിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ, ഈ ഹോം എന്നുള്ള പേജിലേക്ക് കിടക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യൂവിൽ പോവുക. അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്കിവിടെ ഒരു ലൈൻസ് ഓഫ് കോഡ് കൂടി ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഫ്രം, അതിനുശേഷം നമ്മളിവിടെ വന്ന് ജാങ്കോ എന്ന് എഴുതുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് കോൺട്രിബ് എന്ന് എഴുതുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഓത് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഡെക്കറേറ്റേഴ്സ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇമ്പോർട്ട് ലോഗിൻ റിക്വയർഡ് എന്നുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഏതിലൊക്കെ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ മാത്രം ആ പേജ് ഓപ്പൺ ചെയ്യേണ്ടത്, അതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാം, അറ്റ് എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം, ലോഗിൻ റിക്വയർഡ് എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ലോഗിൻ എന്നില്ല, അതായത് ഈ ഇൻഡെക്സ് എന്നില്ല, അതായത് ഹോം പേജിലേക്ക് ഇൻഡെക്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ലോഗിൻ ചെയ്യണം. ലോഗ് ഔട്ട് ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ പേജിലേക്ക് പോവില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഈ ലൈൻസ് ഓഫ് കോഡും അതേപോലെ ഈ ലൈൻസും ചേർത്തതിന് ശേഷം ഇതൊന്ന് റീലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ ഇതിലേക്കായിരിക്കും പോവുക, ആ ലോഗിൻ എന്നുള്ള പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഈ ലൈൻസ് നമ്മളിവിടുന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ എൻ്റർ അടിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യും, ഈ ലോഗിൻ എന്നുള്ള പേജിലേക്കായിരിക്കും പോവുക. ഇവിടെ നമ്മൾ ആ യൂസർ നെയിമും അതേപോലെ തന്നെ ആ പാസ്വേഡും കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യൂ, ഇത് ലോഗിനിലേക്ക് നമുക്ക് കടക്കും. അപ്പോൾ ഇത് ലോഗിൻ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇതിലേക്ക് പോയാലും നമുക്ക് എന്ത് ചെയ്യും, അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നമുക്കിവിടെ ലോഗ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ലോഗ് ഔട്ട് എന്നുള്ള ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് അഡ്മിൻ പേജിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാം. ഇവിടെ വന്ന് ലോഗ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് പോസ്റ്റ് എന്നുള്ള പേജിലേക്കാണ് പോകുന്നതെന്ന് വെക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരിട്ട് പോകും. പക്ഷെ കാരണം എന്തെന്ന് വെച്ചാൽ പോസ്റ്റിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ലോഗിൻ റിക്വയർഡ് എന്നുള്ളത് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഓൺലി ചേർത്ത് കൊടുത്തിട്ടുള്ള ഏതിൽ മാത്രമാണ്, ഈ ഇൻഡെക്സ് എന്നുള്ള പേജിൽ മാത്രമാണ്. ഇനി നമുക്ക് പോസ്റ്റ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ മാത്രമേ പോകേണ്ട രൂപത്തിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലും നമ്മൾ എന്ത് ചെയ്യുക, അറ്റ് ലോഗിൻ റിക്വയർഡ് എന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്താൽ മാത്രമേ പോകൂ. അപ്പോൾ നമുക്ക് ഹോം എന്നുള്ള പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് ലോഗിൻ എന്നുള്ള പേജിലേക്കും അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് പോസ്റ്റ് എന്നുള്ള പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇത് ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ രണ്ട് പേജിലേക്കും പോകാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൽ ലോഗിൻ കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം എന്ത് ചെയ്യുക, ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ രജിസ്ട്രേഷൻ എന്നൊരു പേരിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ login.html എന്നൊരു പേരിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നേരെ എന്ത് ചെയ്യുക, നമ്മളിവിടെ വന്ന് സെറ്റിങ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ ലൈൻസ് ഓഫ് കോഡ് ടൈപ്പ് ചെയ്യുക. ഇനി ലോഗിനാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോഗ് ഔട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലോഗ് ഔട്ട് റീഡയറക്റ്റ് URL എന്ന് പറഞ്ഞിട്ട് ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ഏത് പേജിലേക്കാണോ പോകേണ്ടത് ആ പേജിൻ്റെ പേര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് മെയിൻ പേജിൻ്റെ URL പോയതിന് ശേഷം ഈ ലൈൻസ് ഓഫ് കോഡ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക. അക്കൗണ്ട്സ് എന്നിട്ട് ഇൻക്ലൂഡ് ജാങ്കോ ഡോട്ട് കോൺട്രിബ്യൂ ഡോട്ട് ആത് ഡോട്ട് URLs എന്നും ചേർത്ത് കൊടുക്കാം. ഇനി അത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് മെയിൻ പേജിൻ്റെ വ്യൂവിൽ പോയതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിൽ ഫ്രം ജാങ്കോ കോൺട്രിബ്യൂ ഡെക്കറേറ്റേഴ്സ് ഇമ്പോർട്ട് ലോഗിൻ റിക്വയർഡ് എന്ന് കൊടുത്തു. എന്നിട്ട് ഏതൊക്കെ പേജിലാണ് നമുക്ക് ലോഗിൻ നിർബന്ധമായിട്ടും വേണ്ടത് അതിൻ്റെ മുമ്പിൽ മാത്രം എന്ത് ചെയ്യുക, ആ ഫംഗ്ഷൻ ഇതിൻ്റെ മുകളിൽ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അറ്റ് ലോഗിൻ റിക്വയർഡ് എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്താൽ ഏതെങ്കിലും നമ്മൾ ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ആ പേജിലേക്ക് എൻ്റർ ചെയ്യൂ, അല്ലെങ്കിൽ ആ പേജിലേക്ക് എൻ്റർ ചെയ്യില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ നമ്മൾ ഈ ജാങ്കോ ബ്ലോഗിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ ഒരു ലോഗിൻ എന്നുള്ളൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം വാട്സപ്പ് ഉപയോഗിച്ച് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.